അഭിമാന മുഹൂർത്തമാണ് ശരിക്കും. എന്താ വെച്ചാൽ അതിന് ഈശ്വരനെ ദൈവത്തെ നയിക്കുകയാണ് ഈ ഒരു മുഹൂർത്തം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ. അതിനിടയാക്കിയ ഷാജു പാലപ്പച്ച, അതോടൊപ്പം തന്നെ സിദ്ദീഖ് പറവൂർ സാർ, അവരോട് നന്ദി പറയുന്നു. പിന്നെ ദൈവത്തോടും മാതാവിനോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്നുണ്ട് PR പ്രൊമോഷൻ ആസ് എ ഫിലിം ജേർണലിസ്റ്റ് എന്ന രീതിയിൽ 15 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആള്. മീഡിയ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട്, പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അഭിനേതാവുന്ന രീതിയിൽ ഈ ഒരു മെയിൻ ഒരു എന്താ പറയാ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചു. അതിനു വേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് നിൽക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുള്ള അഭിമാനമുള്ളൊരു പ്രവർത്തനമാണ്. കാര്യം ചിത്രങ്ങളിൽ 10-15 ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചു, പക്ഷെ ആരും പറഞ്ഞറിയില്ല. മെയിൻ നല്ല ക്യാരക്ടറൊക്കെയാണ്. ഈ താരബാഹുല്യം മലയാള സിനിമയിൽ ഒരു പ്രശ്നം തന്നെയാണ്. വൻകിട താരങ്ങളുടെ കൂടെ സീൻ പങ്കിടുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ വലിയ ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല. ഈ 15 ചിത്രങ്ങൾ കഴിഞ്ഞ് 16ാമത്തെ ചിത്രമായിട്ട് എന്നെ വിളിച്ച നായക വേഷമാണ്. ശരിക്കും ആ ഒരു സതീശൻ, ഫുഡ് ഇൻസ്പെക്ടർ സതീശൻ, ഇതില് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഔചാരികമായി എത്തിയെന്ന് തന്നെ പറയാം. കാര്യം ഞങ്ങളുടെ PR വർക്ക് ചെയ്യുന്ന ആര്യ ആസ് എ PR എന്നൊരു സിദ്ദീഖ് എന്നെ വിളിച്ചു സംസാരിച്ചു. അപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം താഹറ മനോരമയിലേക്ക് സെലക്ഷൻ ചെയ്തു. രണ്ടാമത്തെ ചിത്രം എന്ന് സ്വന്തം ശ്രീധരൻ. ആ ചിത്രത്തിന്റെ പ്രിവ്യൂവിനെ വിളിച്ചിരുന്നു. അങ്ങനെ ശോഭമാണ് തൃശ്ശൂർ റിവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എന്ന് സ്വന്തം ശ്രീധരൻ. നിലമ്പൂർ ഐശ്വര്യത്തേക്ക് നല്ല വേഷം ചെയ്ത് ഒരു വ്യക്തിയുടെ ജീവിതം ബയോപിക്കായ ചിത്രം അദ്ദേഹം എടുത്ത് കാണിച്ചപ്പോൾ അന്ന് മുതലാണ് സിദ്ദീഖാട് എനിക്ക് ഒരു സിനിമ സ്നേഹം തോന്നിയത്. എന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു കലാകാരന്റെ ചിത്രം ഇത് അറിയപ്പെടണമെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ അന്ന് ആ സമയം പോലെ ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യുമായിരുന്നു ഫോണിലൂടെയൊക്കെ. അപ്പൊ ഈ ഒരു ചിത്രം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു മൂവി വരുന്നുണ്ട്, ഇതുപോലെ തന്നെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ക്യാരക്ടറോടെ ചെയ്യാം. ഈ സതീശൻ എങ്ങനെയാണ് അത് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എട്ടുകാരൻ സതീശൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പുള്ളിയുടെ ഫിഗർ ആ ഒരു രൂപസാദൃശ്യം ഒക്കെ വെച്ചിട്ട് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കോൺഫിഡൻസ് ഉണ്ടാകാൻ ചോദിച്ചു. അത് കോൺഫിഡൻസ് 100-101% എനിക്ക് കോൺഫിഡൻസ് ആണ് ചെയ്യാൻ. പക്ഷെ എന്നെ അത് ഏൽപ്പിക്കാൻ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ചെയ്ത് നന്നായി. ആ ഒരു ഇൻസ്പിറേഷൻ അത് സിദ്ദീഖാട് എത്ര തന്നു. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും, ഭയങ്കര മോട്ടിവേഷൻ തന്നു ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ വേണ്ടി.